ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെയും പോലെ നിങ്ങൾ ചോദിക്കുന്ന ജോബ് വേക്കൻസീസാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഞാൻ ഇടാറ്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ ദുബായിൽ അല്ലെങ്കിൽ ഖത്തറിൽ, സൗദിയിൽ എയർലൈൻ ഇൻഡസ്ട്രീൻ്റെ വേക്കൻസീസ് ഉണ്ടോ എന്ന് എന്നോട് കുറേ പേര് ചോദിക്കുന്നു. ഞാൻ പല വീഡിയോസിലും എമിറേറ്റ്സിൻ്റെ ഒക്കെ ജോബ് വേക്കൻസീസ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ അപ്ലൈ ചെയ്യണം, എപ്പോൾ അപ്ലൈ ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെയാണ് വേക്കൻസീസ് ഒക്കെ എന്നോട് ഞാൻ അതൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പല വീഡിയോസിൻ്റെ ഇടയ്ക്കായിട്ട്. ഞാൻ ഇന്ന് പക്ഷേ ഖത്തർ എയർവേസിൻ്റെ ജോബ് വേക്കൻസീസ് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് ഞാൻ ഇന്നിടുന്നത്. അതായത് ഖത്തർ എയർവേസിൽ ഏതൊക്കെയാണ് വേക്കൻസീസ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിലേക്ക് അവരുടെ ഡിസ്കഷനൊക്കെ എന്തൊക്കെയായിരിക്കും. നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ഉണ്ടാവും എയർലൈക്ക്. ഇപ്പം ക്യാബിൻ ക്രൂവിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ അതൊക്കെ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇടുന്നത്. അപ്പം ഖത്തർ എയർവേസിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 80-ഓളം വേക്കൻസീസ്, 100ഓളം വേക്കൻസീസ് ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുണ്ട് ക്യാബിൻ ക്രൂ ആയിട്ട്. ഇപ്പോൾ ഖത്തർ എയർവേസിൽ ഖത്തറിൽ മാത്രം വരുന്ന വേക്കൻസിയാണ് ഞാനിപ്പോൾ പറയണത്. ഖത്തറിൽ ബേസ് വരുന്ന വേക്കൻസീസ് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോസിൽ ഇടുന്നത്. ഇതിന് ഖത്തർ എയർവേസിൽ കുറേ വേക്കൻസി ഉണ്ട്. ദുബായിൽ ബേസ് ചെയ്തൊരു വേക്കൻസി, ഖത്തറിലേക്ക് ബേസ് ചെയ്ത വേക്കൻസീസ്, അങ്ങനെ യൂറോപ്യൻ കൺട്രിയിൽ ബേസ് ചെയ്തുള്ള ഖത്തർ എയർവേസിൻ്റെ വേക്കൻസീസ് ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഖത്തർ എയർവേസിൽ ഇപ്പോൾ വേക്കൻസീസ് ഒരു കസ്റ്റമർ സർവീസ് ഏജൻറ്റിൻ്റെ ഒരു വേക്കൻസി ദുബായിൽ വന്നിട്ട് ഒന്നല്ല 4-5ഓളം വേക്കൻസി കസ്റ്റമർ സർവീസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. കസ്റ്റമർ സർവീസ് ഏജൻ്റായിട്ട്, പിന്നെ ഹെഡ് ഓഫ് ടാലൻറ്റ് മാനേജ്മെൻറ്റിലേക്ക് കുറേ വേക്കൻസി വന്നിട്ടുണ്ട്. 10-15ഓളം വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ കാർഗോയിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. റവന്യൂ ഇൻ്റഗ്രേറ്റർ ഓഫീസറായിട്ട് ഒരു 4-5ഓളം വേക്കൻസി. പിന്നെ പ്ലാനിംഗ് കോർഡിനേറ്ററിൻ്റെ വേക്കൻസി. പിന്നെ വരുന്നതാണ് കാർഗോയിലേക്ക് സീനിയർ കാർഗോ ഓപ്പറേറ്റർ ആൻഡ് പ്ലാനിംഗ് അനാലിസിസിലേക്ക് വേക്കൻസി, കൾണറി ഡിപ്പാർട്ട്മെൻറ്റ് മാനേജറിൻ്റെ വേക്കൻസി, എക്യുപ്മെൻറ്റ് ഓപ്പറേറ്ററിൻ്റെ വേക്കൻസി. പിന്നെ നേഴ്സസിൻ്റെ വേക്കൻസീസ് വന്നിട്ടുണ്ട് ഖത്തർ എയർവേസിലേക്ക്. മെഡിക്കൽ ഓഫീസേഴ്സ്, നേഴ്സസിൻ്റെ വേക്കൻസീസ്, അല്ലാണ്ട് മറ്റ് നേഴ്സിംഗിലേക്ക് നേഴ്സസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ മാനേജർ ഡെവലപ്മെൻറ്റിലേക്ക് വേക്കൻസി. പിന്നെ ഖത്തർ എയർവേസിലേക്ക് HVAC ടെക്നീഷ്യൻസിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. HVACയിൽ AC ബേസിക് നോളജും അതുപോലെ തന്നെ ഈ അറ്റ്ലീസ്റ്റ് AC ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കോഴ്സ് പഠിച്ചവർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുന്നൊരു വേക്കൻസിയാണ് ഫ്രഷേഴ്സിനാണെങ്കിലും. പിന്നെ സീനിയർ ട്രെയിനിങ് അനാലിസിസ്റ്റ്, ടെക്നിക്കൽ ഓഫീസേഴ്സിൻ്റെ വേക്കൻസി, എയർക്രാഫ്റ്റ് മെക്കാനിക്കിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. എന്നോട് കുറേ പേര് ചോദിച്ചാണ് എയർക്രാഫ്റ്റ് മെക്കാനിക്കിൻ്റെ വേക്കൻസി ഉണ്ടോ എന്ന്. അപ്പോൾ എയർക്രാഫ്റ്റ് മെക്കാനിക്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ മാനേജർ സൈബർ സെക്യൂരിറ്റിക്ക് എന്നോട് കുറേ പേര് ചോദിച്ചതാണ് ഈ സൈബർ സെക്യൂരിറ്റി മേഖലയിൽ വേക്കൻസി ഉണ്ടോ എന്ന്. ഇതിപ്പം നല്ലൊരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ഖത്തർ എയർവേസിൽ സൈബർ സെക്യൂരിറ്റി സൂപ്പർവൈസറിന്, അസോസിയേറ്റിന്, മാനേജറിന് വേക്കൻസി വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസി അടക്കം ഈ സൈബർ സെക്യൂരിറ്റിയിലേക്ക് ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് സിസ്റ്റം കൺട്രോളറിൻ്റെ വേക്കൻസി. എയർപോർട്ട് ഓപ്പറേഷൻ സിസ്റ്റത്തിൻ്റെ സിസ്റ്റം കൺട്രോളറായിട്ട് വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ ഹെഡ് ഓഫ് ഡിജിറ്റൽ സെയിൽസ് മാർക്കറ്റിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ HR വേക്കൻസി വന്നിട്ടുണ്ട്. HR ഓഫീസേഴ്സിൻ്റെയും ഫ്രഷേഴ്സിൻ്റെയും ഒക്കെ വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ ബിസിനസ് സപ്പോർട്ട്, ഫിനാൻസിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് സീനിയർ ബിസിനസ് കൺട്രോളറിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്, ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് തന്നെ. പിന്നെ വരുന്നതാണ് സീനിയർ മാനേജർ ഡാറ്റ ആൻഡ് AI വന്നിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. പ്രൊജക്ട് മാനേജറിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫീസേഴ്സിൻ്റെ വേക്കൻസി, ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം, അതൊരു വേക്കൻസി എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ വേക്കൻസി. പിന്നെ ലീഡ് ഡിജിറ്റൽ ഓപ്പറേഷനിലേക്ക് വന്നിട്ടുണ്ട്. IT ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. സീനിയർ മാനേജറായിട്ടും ഫ്രഷറായിട്ടും ഇപ്പം IT ചെറിയൊരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഖത്തർ എയർവേസിലേക്ക് എയർ ഇൻഡസ്ട്രിയിലേക്ക് കയറി പറ്റാൻ പറ്റിയൊരു അവസരമാണ്. പിന്നെ വരുന്നതാണ് സീനിയർ മാനേജർ ഡെവലപ്മെൻറ്റിലേക്ക് വേക്കൻസി. പിന്നെ ക്യാബിൻ ക്രൂവിലേക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിലേക്ക് വന്നിട്ടുണ്ട് കുറേ വേക്കൻസി. ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, ഖത്തർ എയർവേസിൻ്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങിലേക്ക് കുറേ വേക്കൻസി വന്നിട്ടുണ്ട്. 10-30ഓളം വേക്കൻസി വന്നിട്ടുണ്ട്. പിന്നെ ഈ ക്യാബിൻ ക്രൂവിൻ്റെ വേക്കൻസി 35-40ഓളം വേക്കൻസീസ് ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഗോയിലേക്ക്, സെക്യൂരിറ്റി ചെക്കിങ്ങിലേക്ക്, അങ്ങനത്തെ ഓൾമോസ്റ്റ് കുറേ വേക്കൻസി, ഞാൻ പറഞ്ഞാൽ തീരില്ല, അങ്ങനത്തെ കുറേ വേക്കൻസീസ് ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ജോബ് വേക്കൻസീസ് ഒക്കെ കണ്ടുപിടിക്കാനും അതിൽ അപ്ലൈ ചെയ്യാനും അവരുടെ കരിയർ സൈറ്റായ career.qatar.airways.com എന്ന് പറയുന്ന അവരുടെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതുപോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്ത് നിങ്ങളുടെ ജോബും ടൈപ്പ് ചെയ്യാം, അതുപോലെ ലൊക്കേഷനും ടൈപ്പ് ചെയ്യാം. അപ്പം അത് ജോബ് ഒരു എക്സാമ്പിളിലൂടെ ക്യാബിൻ ക്രൂ എന്നാണ് ടൈപ്പ് ചെയ്തേക്കണേ. ക്യാബിൻ ക്രൂ എന്ന് സെലക്ട് ചെയ്യുക. ലൊക്കേഷൻ ഖത്തർ, നിങ്ങൾക്ക് ഇപ്പം ഖത്തറിലാണെങ്കിൽ ഖത്തർ സെലക്ട് ചെയ്യാം, ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്യാം. അല്ല ഇനിയിപ്പം മറ്റ് യൂറോപ്യൻ കൺട്രികളാണെങ്കിലും അവിടുത്തെ ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ വേക്കൻസീസ് വരും. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ക്ലിക്ക് ചെയ്തിരിക്കുന്നത് ക്യാബിൻ ക്രൂ ഖത്തർ ദോഹ എന്നാണ്. അപ്പം ദോഹയിൽ ക്യാബിൻ ക്രൂവിൻ്റെ വേക്കൻസി 10-15ഓളം വന്നിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.
ഡയറക്റ്റ് ഇൻ്റർവ്യൂവിന് പോവുക, JD ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ കാണും, അതിലൊക്കെ അറ്റൻഡ് ചെയ്യുക. പിന്നെ അവർ ഈ ഹൈറ്റും ഇത്ര ഹൈറ്റൊക്കെ വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ മാക്സിമം ക്യാബിൻ ക്രൂവിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നതാണെങ്കിൽ ക്യാബിൻ ക്രൂവിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം ഗ്രൂമായിട്ട് പോവുക. പിന്നെ ഈ ക്യാബിൻ ക്രൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ക്യാബിൻ ക്രൂ എന്ന് പറയുമ്പോൾ കുറേ വേക്കൻസീസ് ഉണ്ട്, കുറേ ലൊക്കേഷനിലുണ്ട്. അതായത് മൊറോക്കോ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൊറോക്കോയിലുണ്ട്. ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ക്യാബിൻ ക്രൂ സെലക്ട് ചെയ്യുക, അതിന് ശേഷം ലൊക്കേഷൻ ഉണ്ട്. മൊറോക്കോ സെലക്ട് ചെയ്താൽ മൊറോക്കോയിലെ വേക്കൻസീസ് വരും. അതിപ്പോൾ ദോഹ സെലക്ട് ചെയ്ത് ദോഹയിലെ വേക്കൻസീസ് വരും. അത് നിങ്ങൾക്ക് സോർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഓപ്ഷൻ കാണും. അപ്ലൈ ഞെക്കി കഴിയുമ്പം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫുള്ള് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ബയോഡാറ്റ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം ഡയറക്റ്റ് ലാസ്റ്റിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സിഗ്നേച്ചർ ഉണ്ട്, അതായത് നിങ്ങളുടെ പേരടിച്ചാൽ നിങ്ങളുടെ സിഗ്നേച്ചറായി. അതെല്ലാം കഴിഞ്ഞിട്ട് കണ്ടിന്യൂ കൊടുത്ത് അപ്ലൈ കൊടുത്തതിന് ശേഷം നിങ്ങൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓണാക്കിയിടുക. കാരണം പുതിയ വേക്കൻസീസ് നിങ്ങൾ അപ്ലൈ ചെയ്ത റിലേറ്റഡമായ പുതിയ വേക്കൻസീസ് വരുമ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും. ന്യൂ വേക്കൻസീസ് ഓപ്പൺ ഫോർ യുവർ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടൊരു പൊസിഷൻസ് വരും. അതുകൂടാണ്ട് നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്ത വേക്കൻസിയിലേക്ക് അതിനുള്ള അപ്ഡേറ്റ് തരുന്നതായിരിക്കും. കാരണം സെലക്റ്റഡ് ആണോ, അടുത്ത ലെവൽ എന്താണ് എന്നൊക്കെ പറഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ഉണ്ടാവും. അപ്പം ഇതാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് വേക്കൻസീസ്. ഇതിന് മേലെ കുറേ വേക്കൻസീസ് ഉണ്ട്. ക്യാബിൻ ക്രൂവിന് കുറേ വേക്കൻസീസ് ഉണ്ട്. ഇപ്പോൾ കയറി പറ്റാൻ നോക്കുന്ന കുറേ പേരുണ്ട് ഏവിയേഷൻ പഠിച്ചിട്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചോദിക്കുന്ന വേക്കൻസീസ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എന്നോട് കമൻറ്റിൽ വന്ന് പറയുക ഏത് വേക്കൻസിയാണ് നോക്കണമെന്ന്. അപ്പോൾ ബൈ സൈനിങ് ഓഫ് ഈഗിൾ എസ്റ്റേറ്റ് ജോബ്സ്. ഇനി പുതിയ വേക്കൻസീസും പുതിയ കമ്പനി ഡീറ്റെയിലും പുതിയ കോൺടാക്ട് ഡീറ്റെയിലും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾ പറയുന്ന വേക്കൻസീസ് ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. ബൈ സൈനിങ് ഓഫ്.